നാദാപുരം ഗ്രാമപഞ്ചായത്തിന്റെ മൗനാനുവാദത്തോടെ സ്വകാര്യ വ്യക്തികൾ പുഴ നികത്തിയെന്ന പ്രചാരണം തെറ്റാണെന്നും പ്രളയത്തിൽ തകർന്ന പുഴയോരം സംരക്ഷിക്കാൻ സർക്കാർ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി മുഹമ്മദ് അലി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പുഴ നികത്തിയെന്ന ആരോപണം ഉന്നയിക്കുന്നവർ പുഴയുടെ വീതിയിലോ ആഴത്തിലോ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. പരാതി പറയുന്നവർ അക്കാര്യം തെളിയിക്കണം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ അളന്ന് തിട്ടപ്പെടുത്തണം. പുഴ ഗതി മാറി ഒഴുകുന്നത് കൊണ്ട് നൊച്ചിക്കണ്ടി താഴെ കളിക്കളം പുഴയിലേക്ക് ഇടിഞ്ഞു താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ജില്ലാ പഞ്ചായത്തുമായി ചേർന്ന് പ്രദേശവാസികളുടെ പൂർണ്ണ സഹകരണത്തോടെയാണ് കളിക്കളം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. പുഴയും കളിക്കളവും സംരക്ഷിക്കുന്ന രീതിയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രദേശവാസികളെയും കായിക പ്രേമികളെയും സംഘടിപ്പിച്ച് കള്ളപ്രചാരണങ്ങളെ പ്രതിരോധിക്കാൻ ജനകീയ സദസ്സ് സംഘടിപ്പിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ CK നാസർ, MC സുബൈർ എന്നിവരും പങ്കെടുത്തു. ഒരു കളിക്കളം ഉണ്ടാക്കണമെന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പുഴ പുറമ്പോക്ക് ഭൂമി റവന്യൂ വകുപ്പ് സാധാരണ ഗ്രാമപഞ്ചായത്തിന് 2022 വധിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്കെച്ചാണ് കളിസ്ഥലത്തിന്റെ ഇടിഞ്ഞു പോകുന്നതിന് മുമ്പുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാം. ഇത് ഇടിഞ്ഞു പോകുന്നതിന് മുമ്പുള്ളതാണ്. ഇത്രയും മനോഹരമായ സ്ഥലമാണ്. ഓരോ മഴക്കാലത്തും ഇടിഞ്ഞു പോകുന്നത്. ആ മഴക്കാലത്ത് ഇടിഞ്ഞു പോകുന്ന ഈ സ്ഥലം സംരക്ഷിക്കുന്നതിന് അവിടെ പ്രദേശവാസികൾ നിരന്തരമായിട്ട് ആവശ്യം ഉന്നയിച്ചപ്പോൾ നമ്മൾ അതിനൊരു ഇനീഷ്യേറ്റീവ് എടുക്കുകയായിരുന്നു. അതിൻ്റെ സർവേ സ്കെച്ച് നിങ്ങൾക്ക് വിസിബിൾ ആണെന്ന് കാണിച്ചു നോക്കിയത്. ഇത് നാദാപുരം വില്ലേജ് ഓഫീസർ നാദാപുരം ഗ്രാമപഞ്ചായത്തിന് തന്ന സ്കെച്ചിന്റെ കോപ്പിയാണ്. അപ്പോൾ ഈ ഇത്രയും സ്ഥലം, ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവുമല്ലോ. ഇത്രയും സ്ഥലം പഞ്ചായത്തിന്റെ സംരക്ഷിക്കൽ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അവിടെ നേരത്തെ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ.